കുഞ്ഞാലിമാർ. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ അറിവൊന്നുമില്ല. അവർ കൊച്ചിയിലെ കടൽ കച്ചവടക്കാരായിരുന്നെന്നും പോർച്ചുഗീസുകാർ കൊച്ചിയിൽ വരികയും കൊച്ചി രാജാവിന്റെ ആനുകൂല്യം നേടുകയും ചെയ്തപ്പോൾ അവർ കൊച്ചി വിട്ട് സാമൂതിരിയുടെ നാട്ടിലെ പൊന്നാനിയിലേക്ക് പോയെന്നുമാണ് ഐതിഹ്യം. സാമൂതിരി അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുകയും അവർ ക്രമേണ അദ്ദേഹത്തിന്റെ നാവികപ്പടയുടെ നായകന്മാരാവുകയും ചെയ്തു. ഏറ്റവും മികച്ചവരെ മാത്രമേ കുഞ്ഞാലിമാർ നാവികസേനയിൽ ചേർത്തിരുന്നുള്ളൂ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും ധീരനായിരുന്നു കുട്ടി ആലി. 1524 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നാവിക സൈന്യം പോർച്ചുഗീസുകാർക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കി. മിന്നിപ്പായുന്ന ഭാരം കുറഞ്ഞ സായുധ നൗകകളാണ് ഭാരമേറിയ പോർച്ചുഗീസ് കപ്പലുകളെ ആക്രമിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചത്. കടലിൽ ഒളിപ്പോർ നടത്താനുള്ള സ്വന്തം തന്ത്രശാലികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അടിച്ചിട്ട് കടന്നു കളയുക എന്ന അദ്ദേഹത്തിന്റെ സമരതന്ത്രം പോർച്ചുഗീസുകാരുടെ കപ്പലുകൾക്കും വാണിജ്യത്തിനും സംഭ്രാന്തി ജനിപ്പിച്ചു. ഹെൻറിക് ഡി മെനസസ് കുട്ടി ആലിക്കെതിരായി സുശക്തമായ ഒരാക്രമണം സംഘടിപ്പിക്കുകയും പൊന്നാനി തുറമുഖത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഒട്ടേറെ കപ്പലുകൾ നശിപ്പിക്കുകയും ചെയ്തു. മെനസസ് 1525 കുഞ്ഞാലിമാരുടെ താവളമായിരുന്ന പന്തലായിനി കൊല്ലം ആക്രമിച്ചു. പോർച്ചുഗീസുകാരുടെ ബന്ധുവായി ആ ആക്രമണത്തിൽ പങ്കെടുത്ത പുറക്കാട്ട് അരയനെ അവിശ്വാസ്യനെന്ന് സംശയിച്ച് പോർച്ചുഗീസ് ഭരണാധികാരി വെടിവെച്ച് മുറിവേൽപ്പിച്ചു. അതിനെ തുടർന്ന് പുറക്കാട്ട് രാജാവ് പോർച്ചുഗീസുകാർക്കെതിരാവുകയും അവരുടെ ശത്രുക്കളെ ഭാവി യുദ്ധങ്ങളിൽ പല വഴിക്കും സഹായിക്കുകയും ചെയ്തു. ചാലിയം കോട്ട. ഇതിനിടയിൽ കരയ്ക്ക് വെച്ച സാമൂതിരിയുടെ സൈന്യത്തിന്റെ കനത്ത പ്രഹരമേൽക്കേണ്ടി വന്ന പോർച്ചുഗീസുകാർ അവരുടെ കോഴിക്കോട്ട് കോട്ട പൊളിച്ചിട്ട് അവിടെ നിന്ന് പോയി. കുട്ടി ആലിയുടെ നാവിക സൈന്യം അവരെ പിന്തുടർന്ന് ആക്രമിച്ചു. മെനസസിന് ശേഷം ഗവർണറായ ലോപ്പോവാസ് ഡി സാംബായോ 1526-1529 കുട്ടി ആലിയുടെ ശല്യം ഇല്ലാതാക്കാൻ സുശക്തമായ നടപടികൾ കൈക്കൊണ്ടു. 1528 പോർച്ചുഗീസ് നാവികപ്പട വീണ്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ബാർക്കൂറിനടുത്ത് വെച്ച് കുട്ടിയാലിയെ തടവിലാക്കുകയും ചെയ്തു. സാമൂതിരി കുട്ടിയാലിയുടെ ബന്ധുവായ പച്ചാച്ചി മരയ്ക്കാറുടെയും കെയ്റോവിലെ ഒരു വ്യാപാരിയായ ആലി അബ്രഹാമിന്റെയും കുട്ടിയാലിയുടെ മകനായ കുഞ്ഞാലി രണ്ടാമന്റെയും നേതൃത്വത്തിൽ നാവിക സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. കുഞ്ഞാലിമാർ ശ്രീലങ്കയിലും കിഴക്കേ തീരത്തുമുള്ള പോർച്ചുഗീസ് പ്രദേശങ്ങൾ ആക്രമിക്കുക എന്ന ധീരമായ പരിപാടി സ്വീകരിച്ചു. മരയ്ക്കാർമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് വാണിജ്യം മിക്കവാറും നിശ്ചലമായി തീർന്നു. ഗവർണർ സമ്പായോവിനെ പോർച്ചുഗീസ് ഗവൺമെന്റ് തിരിച്ചു വിളിക്കുകയും പകരം 1529 ഒക്ടോബറിൽ നുനോ ഡാ കുൻഹയെ നിയമിക്കുകയും ചെയ്തു. പുതിയ ഭരണാധികാരി ചാലിയത്ത് ഒരു കോട്ട കെട്ടി അവിടെ പോർച്ചുഗീസ് സൈന്യങ്ങളെ പാർപ്പിച്ച് ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യം പുനഃസ്ഥാപിച്ചു. ചാലിയം വെട്ടത്ത് താനൂർ രാജാവിന്റെ ദേശത്താകയാൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടിയാണ് പോർച്ചുഗീസുകാർ 1531 അവിടെ പുതിയ കോട്ട നിർമ്മിച്ചത്. ചാലിയം കൈവശമായതുകൊണ്ട് പോർച്ചുഗീസുകാർക്ക് എപ്പോൾ വേണമെങ്കിലും സാമൂതിരിയുടെ കടൽപ്പടയെ ആക്രമിക്കാമായിരുന്നു. സാമൂതിരിയുമായി യുദ്ധമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു ചാലിയം. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി പോലെയായിരുന്നു ചാലിയം കോട്ട. സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായ സന്ധി 1540. പോർച്ചുഗീസുകാർ ചാലിയത്ത് അടിസ്ഥാനമുറപ്പിച്ചത് കുഞ്ഞാലിമാരെ അസ്തവീര്യരാക്കിയില്ല. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ പ്രമുഖ നായകനായിരുന്ന കുട്ടിയാലി മരയ്ക്കാർ 1531 വധിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ സ്ഥാനം യുവാവായ കുഞ്ഞാലി രണ്ടാമൻ ഏറ്റെടുക്കുകയും ചെയ്തു. പോർച്ചുഗീസ് കപ്പലുകൾ പിടിക്കുകയും കപ്പൽ ജോലിക്കാരെ ഒന്നോടെ കൊല്ലുകയും ചെയ്യുക കുഞ്ഞാലി രണ്ടാമന് മിക്കവാറും ഒരു വിനോദമായിരുന്നു. പല സന്ദർഭങ്ങളിലും ഇരു കപ്പൽ കൂട്ടങ്ങളും നടുക്കടലിൽ വെച്ച് ഏറ്റുമുട്ടി. 1536 മാർട്ടിൻ ഡിസൂസ ഇടപ്പള്ളി കോട്ട പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞാലി കൊച്ചിയിൽ പ്രത്യക്ഷപ്പെടുകയാൽ ഇടപ്പള്ളിയിൽ നിന്ന് പിൻവാങ്ങാൻ പോർച്ചുഗീസ് സൈന്യം നിർബന്ധിതമായി. ഈജിപ്തിന്റെ നായകന്മാരായി തീർന്ന തുർക്കികളുടെ സഹായം തേടാൻ ഇതിനിടയ്ക്ക് സാമൂതിരി ഒരു ശ്രമം നടത്തി നോക്കി. അത് വിഫലമാവുകയാണ് ഉണ്ടായത്. എന്നാലും ഈജിപ്തിന്റെ നാവിക സൈന്യം ഗുജറാത്തിനടുത്ത് വരെ വന്ന് പോർച്ചുഗീസുകാരുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാതെ തങ്ങളുടെ ശക്തി ഒന്ന് പ്രകടിപ്പിക്കുക മാത്രം ചെയ്തിട്ട് മടങ്ങിപ്പോയി. തുടർച്ചയായി യുദ്ധം ചെയ്യുകയാൽ ഇക്കാലമായപ്പോഴേക്ക് സാമൂതിരിയുടെ ശക്തി ക്ഷയിച്ചു. കോഴിക്കോട്ടെ വാണിജ്യം തകർന്ന് നികുതി മാർഗങ്ങൾ അടഞ്ഞ് അദ്ദേഹത്തിന്റെ ഖജനാവും ശൂന്യമായി. ആ നിലയിൽ അദ്ദേഹം 1540 ജനുവരിയിൽ പോർച്ചുഗീസുകാരുമായി ഒരു സന്ധി ഉണ്ടാക്കി.
ഈ സന്ധി അനുസരിച്ച് സാമൂതിരി തന്റെ രാജ്യത്തുണ്ടാകുന്ന കുരുമുളക് കൊച്ചിയിലെ വില നിരക്കിന് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട്ട് കൊടുക്കണമായിരുന്നു. സമുദ്ര സഞ്ചാരത്തിൽ അറബി കപ്പലുകൾക്ക് പോർച്ചുഗീസുകാരുടെ ചീട്ട് വേണം എന്നതായിരുന്നു മറ്റൊരു വ്യവസ്ഥ. സാമൂതിരി കേരളത്തിലെ മറ്റു രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാർ നിഷ്പക്ഷത പാലിക്കണമെന്നും സന്ധിയിൽ പറഞ്ഞിരുന്നു. ഇരുഭാഗക്കാർക്കും പ്രയോജനകരമായിരുന്നു 1540 സന്ധി. കോഴിക്കോട്ട് തുറമുഖത്തിലെ വാണിജ്യം പോർച്ചുഗീസുകാരുടെ കുത്തകയിലായി. അവർ നിഷ്പക്ഷത പാലിക്കുമെന്നതുകൊണ്ട് പ്രാദേശിക ശക്തികളുമായി യുദ്ധം ചെയ്യാനുള്ള അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം സാമൂതിരിക്കും കിട്ടി. പുറക്കാട്ടെയും കൊല്ലത്തെയും രാജാക്കന്മാരുമായി പോർച്ചുഗീസുകാർ ഇതേ രീതിയിൽ ഉടമ്പടി ഉണ്ടാക്കാൻ ഇത് വഴിതെളിച്ചു. പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ, ബ്രദർ ഇൻ ആംസ് ടു ദ കിങ് ഓഫ് പോർച്ചുഗൽ എന്നൊരു ബഹുമതിയും അവർ പുറക്കാട്ട് രാജാവിന് നൽകി. സാമൂതിരി ചാലിയംകോട്ട പിടിക്കുന്നു. 1571 1540 സന്ധി അസ്വാസ്ഥ്യം നിറഞ്ഞൊരു താൽക്കാലിക യുദ്ധവിരാമം മാത്രമായിരുന്നു. കൊച്ചി രാജാവും വടക്കുംകൂർ രാജാവും തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ പോർച്ചുഗീസുകാർ ഇടപെട്ടതിനെ തുടർന്ന് 1550 യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു. വടുതല യുദ്ധത്തിൽ വടക്കുംകൂർ രാജാവ് വധിക്കപ്പെടുകയുണ്ടായി. സുഹൃത്തിന്റെ മരണത്തിന് പകരം വീട്ടാൻ സാമൂതിരി കൊച്ചി ആക്രമിച്ചു. കൊച്ചിയുടെ ഭാഗത്തായിരുന്ന പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ തീരനഗരങ്ങൾ, വിശേഷിച്ചും പന്തലായനി, കൊല്ലം, ഇരയാക്കി. അറബി കച്ചവടക്കാർ പോർച്ചുഗീസുകാരുടെ കപ്പൽ ചീട്ടുകൾ വാങ്ങിക്കൊള്ളണമെന്ന വ്യവസ്ഥയിൽ 1555 ശത്രുത അവസാനിപ്പിച്ചു. 1564 സാമൂതിരിയുടെ സഹായത്തോടുകൂടി കോലത്തിരിയുടെ പടയാളികൾ കണ്ണൂർ കോട്ട ആക്രമിക്കുകയും തുറമുഖത്തുണ്ടായിരുന്ന പോർച്ചുഗീസ് കപ്പലുകൾ നശിപ്പിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ ബന്ധുവായ വിജയനഗര രാജാവിന് 1565 തളിക്കോട്ട യുദ്ധത്തിലുണ്ടായ പരാജയം പോർച്ചുഗീസുകാർക്കെതിരായി വമ്പിച്ച തോതിൽ പടനീക്കങ്ങൾ ആരംഭിക്കാൻ സാമൂതിരിക്ക് ധൈര്യം നൽകി. അദ്ദേഹം 1570 ബീജാപൂരിലെ അദിൽ ഖാനുമായും അഹമ്മദ് നഗറിലെ നൈസാം ഷായുമായും പോർച്ചുഗീസുകാർക്കെതിരായി സഖ്യം സ്ഥാപിച്ചു. 1571 സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരുടെ ചാലിയംകോട്ട വളഞ്ഞു. പോർച്ചുഗീസുകാർ കോട്ട വിട്ടുപോകാൻ നിർബന്ധിതരായി. ഒരു കല്ലിനുമേൽ മറ്റൊരു കല്ലില്ലാത്ത വിധം കോട്ട നിശേഷം നശിപ്പിക്കപ്പെട്ടു. ഈ ആക്രമണത്തിൽ പരപ്പനാട്ട് രാജാവ് നൽകിയ സഹായത്തിന് പ്രതിഫലമായി സാമൂതിരി ചാലിയം അദ്ദേഹത്തിന് കൊടുത്തു. ചാലിയം കോട്ടയുടെ പതനം കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ നാശത്തിന്റെ ആരംഭമായിരുന്നു. അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരുന്നിട്ടും തീരദേശങ്ങൾ നിറയൊഴിച്ച് തകർക്കുകയും സാമൂതിരിയുടെ പ്രജകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിൽ അവർ പിന്മാറിയില്ല. പൊന്നാനിയിൽ ഒരു കോട്ട കെട്ടാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർ 1578 സാമൂതിരിയെ സമീപിച്ചു. അദ്ദേഹം അനുവാദം നൽകാൻ കൂട്ടാക്കിയില്ല. അവർ വിട്ടുമാറാതെ ശ്രമിച്ചതിന്റെ ഫലമായി പൊന്നാനിയിൽ ഒരു വ്യവസായശാല സ്ഥാപിക്കാൻ 1584 സാമൂതിരിയിൽ നിന്ന് സമ്മതം നേടി. സാമൂതിരിയുടെ അനുവാദത്തോടുകൂടി 1588 അവർ വീണ്ടും കോഴിക്കോട്ട് താവളമാക്കി. 1591 കോഴിക്കോട്ട് ഒരു പള്ളി പണിയിക്കാൻ സ്ഥലവും നിർമ്മാണ സാമഗ്രികളും സാമൂതിരി പോർച്ചുഗീസുകാർക്ക് സംഭാവനയായി നൽകി. അദ്ദേഹം തന്നെ പള്ളിക്ക് കല്ലുമിട്ടു. ഈ പുതിയ മൈത്രിയെ പ്രോത്സാഹിപ്പിച്ചത് സാമൂതിരിയും കുഞ്ഞാലിമാരും തമ്മിൽ അനുക്രമം വളർന്നുവന്ന വൈരമായിരുന്നു. സാമൂതിരിക്ക് കുഞ്ഞാലിമാരോടുണ്ടായ ശത്രുത. ചാലിയത്തുനിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കിയതിന് ശേഷം കുഞ്ഞാലിമാർ പരമാവധി ശക്തന്മാരായി. മരക്കാർ കുടുംബത്തിലെ പ്രധാനിയായി തീർന്ന കുഞ്ഞാലി മൂന്നാമൻ സാമൂതിരിയുടെ അനുവാദത്തോടുകൂടി കോട്ടയ്ക്കൽ പുതുപ്പട്ടണം ഒരു കോട്ട, മരക്കാർ കോട്ട കെട്ടി. അദ്ദേഹത്തിന് സാമൂതിരിയുടെ ഒരു നായർ സേനാ നായകനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടായിരുന്നു. പൊന്നാനിയിൽ വ്യാപാരശാല സ്ഥാപിക്കാൻ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് അനുവാദം കൊടുത്തത് കുഞ്ഞാലിമാർക്ക് അഗാധമായ അഭിമാനക്ഷതത്തിനും കുണ്ഠിതത്തിനും ഇടയാക്കി. 1586 1589 സുപ്രധാനമായ 2 നാവിക യുദ്ധങ്ങളിൽ കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാരെ ദയനീയമായി പരാജയപ്പെടുത്തിയിരുന്നു. 1591 പോർച്ചുഗീസുകാർ ഒരു കത്തോലിക്ക പുരോഹിതന്റെ മധ്യസ്ഥതയിൽ കുഞ്ഞാലിമാരുമായുണ്ടായിരുന്ന ശത്രുത പറഞ്ഞൊതുക്കി. 1595 കുഞ്ഞാലി നാലാമൻ കുഞ്ഞാലി മരക്കാന്മാരുടെ തലവനായി. അദ്ദേഹം കോട്ടയ്ക്കൽ കോട്ട ബലപ്പെടുത്തുകയും മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ എന്നിങ്ങനെയുള്ള ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ചുകൊണ്ട് തന്റെ രക്ഷിതാവായ സാമൂതിരിയെ പരസ്യമായി ധിക്കരിക്കുകയും ചെയ്തു. കുഞ്ഞാലി സാമൂതിരിയുടെ ഒരാനയുടെ വാലരിഞ്ഞു വിട്ടതും കാരണമറിയാൻ ചെന്ന ഒരു നായർ പ്രഭുവിനോട് ഹീനമായി പെരുമാറിയതും സാമൂതിരിയെ കോപാകുലനാക്കി. കുഞ്ഞാലിമാരുടെ ശക്തി തകർക്കാൻ അദ്ദേഹം പോർച്ചുഗീസുകാരുമായി ഒരു കരാറുണ്ടാക്കി. 1598 പോർച്ചുഗീസുകാരും സാമൂതിരിയും ഒന്നുചേർന്ന് മരക്കാർ കോട്ട ആക്രമിച്ചു. പരാജയമായിരുന്നു ഫലം. സഖ്യകക്ഷികൾക്ക് വമ്പിച്ച നഷ്ടമുണ്ടാക്കി.
കടൽപ്പടയും കരപ്പടയും തമ്മിൽ ധാരണയില്ലാതെ പോയതാണ് ആ പരാജയത്തിന്റെ പ്രധാന കാരണം. ഇനിമേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പോർച്ചുഗീസുകാർ നാവിക സൈന്യത്തിന്റെയും സാമൂതിരി കാലാൾപ്പടയുടെയും കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് അവർ തമ്മിൽ ഒരു ധാരണയുണ്ടായി. കുഞ്ഞാലിമാരുടെ അന്ത്യം. 1600-ൽ 6000 പടയാളികളുമായി സാമൂതിരി കുഞ്ഞാലിയുടെ കോട്ട ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ ആന്ദ്രേ ഫുർട്ടാഡോവിന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് നാവിക സൈന്യം സാമൂതിരിക്ക് വിദഗ്ധമായ പിന്തുണ നൽകി. കുഞ്ഞാലിക്ക് തന്റെ നില തികച്ചും നിസ്സഹായമാണെന്ന് ബോധ്യമായി. മാപ്പു നൽകാമെന്ന സാമൂതിരിയുടെ വിശുദ്ധമായ വാഗ്ദാനം വിശ്വസിച്ച് അദ്ദേഹം തന്റെ പണ്ടത്തെ സംരക്ഷകന് കീഴടങ്ങി. എന്നാൽ സാമൂതിരി പ്രതിജ്ഞ പാലിക്കുന്നതിനു പകരം തന്റെ ആ പഴയ നാവികസേനാ നായകനെ പോർച്ചുഗീസുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവർ കുഞ്ഞാലി നാലാമനെയും അദ്ദേഹത്തിന്റെ ആളുകളെയും ഗോവയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വധിച്ചു. പോർച്ചുഗീസുകാർ അദ്ദേഹത്തിന്റെ ശരീരം കൊത്തിനുറുക്കി ബാർഡസിലെയും പഞ്ചീമിലെയും കടൽപ്പുറത്ത് പ്രദർശിപ്പിക്കുകയുണ്ടായി. കുഞ്ഞാലിയുടെ തല ഉപ്പിലിട്ട് കണ്ണൂർ കൊണ്ടുവന്ന് സ്ഥലവാസികളായ മുസ്ലിങ്ങൾക്ക് ഒരു താക്കീതെന്നവണ്ണം ഒരു കോലിൽ കെട്ടി നാട്ടി നിർത്തി. കേരള ചരിത്രത്തിലെ വികാരഭരിതമായ ദുരന്ത കഥകളിലൊന്നാണ് കുഞ്ഞാലിമാരുടെ പര്യവസാനം. ഒരിക്കൽ അവരുടെ സംരക്ഷകനും തമ്പുരാനുമായിരുന്ന സാമൂതിരിയുടെ നീചമായ വഞ്ചന ആ കഥയെ കൂടുതൽ ദുരന്തമാക്കുന്നു. ഒരു കാലത്ത് പോർച്ചുഗീസുകാരുടെ നിഷ്ഠൂര ശാസനത്തിനെതിരായി സാമൂതിരി നടത്തിയ യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന്റെ സമസ്ത ശക്തിപ്രഭാവങ്ങൾക്ക് മുഖ്യാവലംബമായിരുന്ന കുഞ്ഞാലിമാരെ അദ്ദേഹം തന്റെ ആജന്മ ശത്രുക്കളായിരുന്ന പോർച്ചുഗീസുകാരുമായി ചെയ്ത അവിശുദ്ധവും അവസരവാദപരവുമായ സഖ്യം കൊണ്ട് നിശ്ശേഷം തകർത്തുകളഞ്ഞത് ചരിത്രത്തിലെ ക്രൂരമായ ഒരു വിരോധാഭാസമാണ്. രാജ്യസ്നേഹപരമല്ലാത്ത ഈ പ്രവൃത്തി തീർച്ചയായും സാമൂതിരിയെ സദ്യശസ്സിന്റെ കിരീടം അണിയിക്കുന്നില്ല. അദ്ദേഹം തന്റെ വിജയമുഹൂർത്തത്തിൽ കുഞ്ഞാലിയോട് കാട്ടിയ കടുംകൈ സാമൂതിരി വംശത്തിന്റെ ധർമ്മ പതാകയിൽ മായാതെ പതിഞ്ഞുകിടക്കുന്ന കറുത്ത പാടാണ്. കുഞ്ഞാലി മരക്കാർമാരുടെ ദേശാഭിമാനോജ്വലമായ പൗരുഷ പരാക്രമങ്ങൾ ഇന്നും കേരളീയ ജനതയുടെ ധീരസ്മരണകളായി നിലനിൽക്കുന്നു. ഈ വീരസേനാനികളുടെ ജീവചരിത്രം കേരളത്തിലാകമാനം കീർത്തിയും അഭിമാനവും പ്രദാനം ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഏതും സംശയമില്ല. എന്തെന്നാൽ പോർച്ചുഗീസുകാരുടെ നാവിക ദുഷ്പ്രഭുത്വത്തിനെതിരെ അവർ നേടിയ വിജയങ്ങൾ കേരള ചരിത്രത്തിന്റെ മഹത്തായ ഒരധ്യായമാണ്. പോർച്ചുഗീസുകാരുടെ അധപതനം. കുഞ്ഞാലിമാരുടെ പതനം പോർച്ചുഗീസുകാരുടെ നില വീണ്ടെടുക്കാൻ അവർക്ക് സഹായകമായില്ല. എന്തുകൊണ്ടെന്നാൽ പ്രബലമായ എതിരാളികളെന്ന നിലയിൽ അപ്പോഴേക്ക് ഡച്ചുകാർ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞിരുന്നു. സിലോണിൽ പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്ന ഉറച്ച താവളങ്ങളിൽ നിന്ന് അവരെ ഡച്ചുകാർ 1658-ൽ പുറത്താക്കി. തുടർന്ന് അവർ കൊല്ലവും കൊടുങ്ങല്ലൂരും പുറക്കാടും കൊച്ചിയും കണ്ണൂരും പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തു. 1663 ആണ്ടോടുകൂടി പോർച്ചുഗീസ് പതാക കേരളത്തിൽ പാറാതെയായി. പോർച്ചുഗീസ് ശക്തിയുടെ പതനത്തിനിടയാക്കിയ സംഭവങ്ങളെക്കുറിച്ച് ഡച്ചുകാരെ പറ്റി പ്രതിപാദിക്കുന്ന അധ്യായത്തിൽ വിവരിക്കുന്നതാണ്. പോർച്ചുഗീസ് ശക്തിയുടെ പതനത്തിനിടയാക്കിയ സംഭവങ്ങളെക്കുറിച്ച് ഡച്ചുകാരെ പറ്റി പ്രതിപാദിക്കുന്ന അധ്യായത്തിൽ വിവരിക്കുന്നതാണ്. കേരളം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ സ്ഥിരമായ ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ പോർച്ചുഗീസുകാർക്ക് നേരിട്ട പരാജയം അനിവാര്യമായിരുന്നു. ഇന്ത്യൻ സമുദ്രത്തിൽ പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്ന ആധിപത്യമാണ് അവർ ആദ്യകാലത്ത് കേരളത്തിൽ നേടിയ വിജയങ്ങൾക്ക് കാരണം. ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ മറ്റ് യൂറോപ്യൻ ശക്തികൾ കേരളത്തിൽ വന്നു ചേരുന്നതുവരെ മാത്രമേ അവർക്ക് ഇവിടത്തെ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മേലുള്ള സ്വാധീനം നിലനിർത്താൻ സാധിച്ചുള്ളൂ. ഡച്ചുകാരുമായുണ്ടായ യുദ്ധത്തിൽ പോർച്ചുഗീസുകാരുടെ നാവിക ശക്തി വെറുമൊരു വ്യാമോഹമാണെന്ന് തെളിയുകയും തുടർന്ന് അവർ വഴിമാറിക്കൊടുക്കുകയും ചെയ്തു. പോർച്ചുഗീസ് തങ്ങൾക്കധീനമായ പ്രദേശങ്ങളിൽ കാര്യക്ഷമമായ ഒരു ഭരണക്രമം സ്ഥാപിക്കുന്ന കാര്യത്തിൽ പരാജയമടഞ്ഞു. കേരളത്തിൽ ആദ്യം വന്ന പോർച്ചുഗീസ് ഭരണാധികാരികളിൽ ചിലർ കഴിവും സൽസ്വഭാവമുള്ളവരുമായിരുന്നെങ്കിലും താണതരത്തിൽപ്പെട്ടവരായിരുന്നു പിന്നീട് വന്നവർ. അത്യാഗ്രഹികളും അഴിമതിക്കാരും ഭരണകാര്യങ്ങളിൽ പിടിപാടില്ലാത്തവരുമായിരുന്നു അവരിൽ അധികം പേരും. കേരളത്തിലെ പോർച്ചുഗീസ് ഗവൺമെന്റിന് സ്വന്തമായ സൈനിക ശക്തി ഉണ്ടായിരുന്നില്ല. പോർച്ചുഗീസ് ഭടന്മാർ ധീരന്മാരും സാഹസികന്മാരുമായിരുന്നെങ്കിലും അച്ചടക്കമോ പരിചയമോ ലഭിച്ചവരല്ലായിരുന്നു. സൈനികോദ്യോഗസ്ഥന്മാർക്കും അല്ലാത്തവർക്കും പോർച്ചുഗീസ് ഗവൺമെന്റ് പണമായി ശമ്പളം നൽകിയിരുന്നുമില്ല. ഇതിന്റെ ഫലമായി ഉദ്യോഗവൃത്തങ്ങളിൽ അഴിമതി ഒരു സുകുമാര കലയായി സ്ഥിരപ്രതിഷ്ഠ നേടി. സ്വകാര്യ ലാഭത്തിൽ മാത്രം നേട്ടമുണ്ടായിരുന്ന പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരുടെ സ്വന്തം നിലയിൽ വാണിജ്യം നടത്തിയും സംശയിതവ്യമായ മറ്റിടപാടുകളിൽ ഏർപ്പെട്ടും ധാരാളം ധനം സമ്പാദിച്ചു.
ഓരോ ഉദ്യോഗവും അത് നോക്കുന്നയാൾക്ക് നേരല്ലാത്ത വഴിയിലൂടെ കയ്യും കണക്കുമില്ലാത്ത സമ്പത്ത് നേടിക്കൊടുത്തു. ഭരണകാര്യത്തിലോ സൈന്യത്തിലോ ഉദ്യോഗം നോക്കുന്ന ഏതൊരാൾക്കും സ്വകാര്യ വ്യാപാരത്തിലൂടെ പണം സമ്പാദിക്കാനുള്ള അവകാശം പോർച്ചുഗീസ് ഗവൺമെന്റ് തന്നെ നൽകിയിരുന്നു എന്നത് നേരമ്പോക്കുള്ള കാര്യമാണ്. പോർച്ചുഗീസ് രാജാവിന്റെ ഭരണ പദ്ധതികളിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ സ്വകാര്യ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതിന് ഈ സമ്പ്രദായം ഓരോ ഉദ്യോഗസ്ഥനും പ്രേരണ നൽകി. ഇന്ത്യയിലെ ഉദ്യോഗങ്ങൾ പോർച്ചുഗലിൽ വെച്ച് പരസ്യമായി ലേലം ചെയ്ത് കൂടുതൽ തുക കൊടുക്കുന്നവരുടെ പേരിൽ സ്ഥിരമാക്കി കൊടുത്ത സമ്പ്രദായം പോലും പോർച്ചുഗീസ് ഗവൺമെന്റ് നടപ്പിലാക്കി. ഉദ്യോഗങ്ങളിൽ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവുകളുമായി അനാഥകളായ പോർച്ചുഗീസ് പെൺകിടാങ്ങളെ ഇന്ത്യയിലേക്ക് അയക്കുകയും ഇവിടത്തെ പോർച്ചുഗീസുകാർ ആ ഉത്തരവുകൾ സ്ത്രീധനമായി സ്വീകരിച്ച് അവരെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ അനിയന്ത്രിതമാംവിധം സാർവത്രികമായിരുന്നു സ്വജനപക്ഷപാതം. ഓരോ ഗവർണറും തൻ്റെ മക്കളെയും മരുമക്കളെയും മറ്റ് ബന്ധുക്കളെയും കൂടെ കൊണ്ടുവന്ന് വിശ്വാസ്യതയും ഉത്തരവാദിത്വവും ആവശ്യമുള്ള ഉദ്യോഗങ്ങളിൽ നിയമിച്ചിരുന്നു. കാര്യശേഷിയുടെ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥന്മാർക്കിടയിലെ തികഞ്ഞ ധാർമ്മികാധപതനമായിരുന്നു ഈ നയങ്ങളുടെ എല്ലാം ഫലം. പോർച്ചുഗീസുകാരുടെ മതപരമായ നയം ഉദാരമോ സാംസ്കാരിക അധിഷ്ഠിതമോ ആയിരുന്നില്ല. അവർ അങ്ങേയറ്റത്തെ മതഭ്രാന്തന്മാരും സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ അന്യമത സമുദായങ്ങളോടുള്ള പെരുമാറ്റത്തിൽ സങ്കുചിത മനസ്കരുമായിരുന്നു. പോർച്ചുഗീസ് പൗരന്മാരുടെയോ നാട്ടുകാരിൽ നിന്ന് മാർഗം കൂടിയവരുടെയോ മാത്രം സങ്കേതമായിരുന്നു ഓരോ പോർച്ചുഗീസ് കോട്ടയും. ക്രിസ്തുമതം സ്വീകരിക്കാനോ സ്ത്രീകളെ പോർച്ചുഗീസ് ഭടന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കാനോ വിസമ്മതിച്ച ഇതര മതക്കാരെ അവർ കോട്ടയ്ക്കകങ്ങളിൽ നിന്ന് ആട്ടിയകറ്റി. ക്രിസ്ത്യാനികളെ മറ്റു തരത്തിൽപ്പെട്ട ബിഷഗ്വരന്മാർ ചികിത്സിക്കുന്നതോ അവർ അക്രൈസ്തവരായ ക്ഷുരകന്മാരെ കൊണ്ട് മുഖം വടിപ്പിക്കുന്നതോ നിരോധിച്ചുകൊണ്ട് കേരളത്തിലെ പോർച്ചുഗീസ് മതാധികാരികൾ ആജ്ഞ പുറപ്പെടുവിക്കുക പോലും ചെയ്തു. പോർച്ചുഗീസുകാരുടെ നീതി നിർവഹണം നിഷ്പക്ഷമായിരുന്നില്ല. പ്രത്യേക അവകാശമുള്ള ഒരു വർഗമായിട്ടാണ് പോർച്ചുഗീസ് നിയമം കേരളത്തിലെ ക്രിസ്ത്യാനികളെ പരിഗണിച്ചത്. പോർച്ചുഗീസ് ഗവർണർമാർ ഏതദ്ദേശീയ രാജാക്കന്മാരുമായി ഉടമ്പടികളിൽ ഏർപ്പെടുമ്പോൾ അവയിൽ ക്രിസ്ത്യൻ പ്രജകൾക്ക് വിശേഷാധികാരങ്ങളും ആനുകൂല്യങ്ങളും വ്യവസ്ഥ ചെയ്തിരുന്നു. മറ്റു രീതിയിൽ പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ പോർച്ചുഗീസുകാർ സ്വന്തം സംരക്ഷണത്തിലാക്കി. കുറ്റവാളികളായ ക്രിസ്ത്യാനികളെ ശിക്ഷിക്കാൻ പോർച്ചുഗീസ് അധികൃതരെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നായിരുന്നു ഏർപ്പാട്. കേരളത്തിലെ നിയമങ്ങൾ ക്രൈസ്തവേതരർക്ക് മാത്രമേ ബാധകമായിരുന്നുള്ളൂ. പോർച്ചുഗീസുകാരുടെ ശിക്ഷാവിധങ്ങൾ മനുഷ്യത്വഹീനവും അപരിഷ്കൃതവുമായിരുന്നു. പോർച്ചുഗീസുകാർ കേരളീയ ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും ഒരു കാലത്തും നേടിയിരുന്നില്ല. പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഈ നാട്ടുകാരായ സ്ത്രീകളുടെയും മിശ്രവിവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഏർപ്പെടുത്തിയ സങ്കര സങ്കേതങ്ങൾ പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും ഒരുപോലെ വെറുത്ത ഒരു ജനവർഗത്തെ ജനിപ്പിക്കുന്നതിനെ സഹായകമായുള്ളൂ. ആ കാലഘട്ടത്തിലെ ധാർമ്മിക ശൂന്യതയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ സംഭാവന കുറച്ചൊന്നുമല്ല. കേരളത്തിൽ 1.5 നൂറ്റാണ്ട് നീണ്ടുനിന്ന പോർച്ചുഗീസ് വാഴ്ചക്കാലത്ത് അവരുടെ ഭരണാധികാരികൾ കണക്കില്ലാത്തവണ്ണം നശീകരണ കർമ്മങ്ങളിലും മറ്റ് ക്രൂര പ്രവൃത്തികളിലും ബോധപൂർവം ഏർപ്പെട്ടിട്ടുണ്ട്. മനസാക്ഷിക്ക് യാതൊരു വേദനയുമില്ലാതെ അവർ കേരളീയരെ കൊന്നൊടുക്കി. ചതിയന്മാരും വിശ്വസിക്കാൻ കൊള്ളാത്തവരും എന്ന നിലയിൽ അവർ കുപ്രസിദ്ധി നേടി. ചില പോർച്ചുഗീസ് വൈസ്രോയിമാർ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ദേവാലയങ്ങൾ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത് പൊതുജനങ്ങളുടെ അപ്രീതി സമ്പാദിച്ചു. പോർച്ചുഗീസ് ശക്തി വളർന്നു വരുന്ന കാലത്ത് കേരളത്തിൽ ജീവിച്ചിരുന്ന ഷൈഖ് സൈനുദ്ദീൻ തന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ മുസ്ലിം പള്ളികൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുക എന്ന പോർച്ചുഗീസ് നയത്തെക്കുറിച്ച് നിശിതമായ ഭാഷയിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാരുടെ അത്തരം ക്രൂരമായ പല അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം വിശദമായി പ്രതിപാദിക്കണമെങ്കിൽ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. ഇങ്ങനെ അവിശുദ്ധമായ ദൃഷ്ടപ്രവൃത്തികളാൽ പോർച്ചുഗീസ് ഭരണാധികാരികൾ ജനദൃഷ്ടിയിൽ ഗർഹണീയരായി തീർന്നു. ഇതിനു പുറമെ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഗവൺമെന്റ് അഭിപ്രായ വ്യത്യാസങ്ങളാൽ സ്വയം ശിഥിലമാവുകയും ചെയ്തു. പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ പരിരക്ഷിക്കാൻ പരസ്പരോപജാപങ്ങളിൽ ഏർപ്പെട്ടു. പോർച്ചുഗീസ് രാജാവുമായിട്ടും പോർച്ചുഗലിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടും കത്തിടപാടുകൾ നടത്താൻ ഇന്ത്യയിലെ ഏത് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനും അവകാശമുണ്ടായിരുന്നു. ഈ അവകാശം ഓരോ ആളും തന്റെ പ്രതിയോഗികൾക്കെതിരായി അപവാദം പ്രചരിപ്പിക്കാൻ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി. ദേശാഭിമാനപരമായ ലക്ഷ്യങ്ങളോ ഉയർന്ന ആദർശങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേരളത്തിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർക്ക്.
ദേശാഭിമാനപരമായ ലക്ഷ്യങ്ങളോ ഉയർന്ന ആദർശങ്ങളോ ഒന്നുമായിരുന്നില്ല കേരളത്തിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രേരകമായിരുന്നത്. അവരിൽ പലർക്കും ഇവിടത്തെ നാടുവാഴികളുമായി രഹസ്യബന്ധമുണ്ടായിരുന്നു. കൂടുതൽ ഉത്കർഷത്തിന് മാർഗമാണെന്ന് കണ്ടാൽ അവർ പോർച്ചുഗീസ് രാജാവിനെ തള്ളി കേരളീയ രാജാക്കന്മാരുടെ കീഴിൽ ഉദ്യോഗം സ്വീകരിക്കാൻ മടിച്ചിരുന്നില്ല. പോർച്ചുഗീസ് ഭരണാധികാരികളും പോർച്ചുഗീസ് മതമേധാവികളും തമ്മിൽ ഭിന്നതയുണ്ടായിരുന്നു. ജസ്യൂട്ട് പുരോഹിതന്മാർക്ക് പോർച്ചുഗീസ് ഖജനാവിൽ നിന്ന് ലഭിച്ച പ്രതിഫലം കിട്ടിക്കൊണ്ടിരുന്നെങ്കിലും ഭാരിച്ച പ്രതിഫലം കിട്ടിക്കൊണ്ടിരുന്നെങ്കിലും അവർ പോർച്ചുഗീസ് വൈസ്രോയിമാരുടെ കൽപ്പനകൾ അനുസരിക്കാൻ വിസമ്മതിച്ചു. സ്വതന്ത്രമായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. പോർച്ചുഗീസ് ഭരണത്തിന്റെ അപരിഹാര്യമായ ഋണബാധ്യത കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കി. എപ്പോഴും ധനപരമായ ബുദ്ധിമുട്ടിലാവുകയാൽ ഗവർണർമാർക്ക് തങ്ങളുടെ നയങ്ങൾ വിശ്വാസപൂർവ്വം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാറ്റിനും മീതെ 1580 പോർച്ചുഗൽ ഫിലിപ്പ് രണ്ടാമന്റെ നേതൃത്വത്തിൽ സ്പെയിനിന്റെ ആധിപത്യത്തിലായപ്പോൾ ഇന്ത്യയിലെ പോർച്ചുഗീസ് കാര്യങ്ങളിൽ പോർച്ചുഗീസ് രാജാവിനുണ്ടായിരുന്ന വ്യക്തിപരമായ താൽപ്പര്യം തിരോഭവിച്ചു. പോർച്ചുഗീസ് ഗവൺമെന്റുമായുണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം മിക്കവാറും നഷ്ടപ്പെട്ടു പോയ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണാധികാരികൾക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശങ്ങൾക്കും മാർഗദർശനങ്ങൾക്കുമായി ഇരുട്ടിൽ തപ്പിത്തടയേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പോർച്ചുഗീസുകാർക്ക് പറ്റിയ പരാജയം കേവലം സ്വാഭാവികമാണ്.